നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ കൊല്ലങ്കോട് ഭാഗത്തുള്ള നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഈ പേര് വന്നിട്ട് പള്ളം എന്നാണ് പറയുക. അതായത് മുതലമട പഞ്ചായത്തിൽ പെടുന്ന സ്ഥലമാണ്. ബസ് റൂട്ടിൽ നിന്ന് ആകപ്പാട് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. മൊത്തം വന്നിട്ട് 23.25 സെൻറ്റ് സ്ഥലത്തുണ്ട് 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം ഹാള് കിച്ചണായിട്ട് ഉള്ള നല്ല സ്പേസിയസ് ആയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് കാണുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വന്നിട്ട് ഈസ്റ്റ് ഫേസ് ആണ്. നമ്മുടെ ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറിയ വഴിക്ക് ഒരു 5-6 വണ്ടി നിർത്തുന്നത്ര നല്ല രീതിക്കുള്ള സ്ഥല സൗകര്യം ധാരാളം ഉള്ള പ്രോപ്പർട്ടിയാണ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്ത ഒരു വീടാണ് ഈ വീട്. വീട് വന്ന് മൊത്തം വന്നിട്ട് ഒരു 8 മുതൽ 9 വർഷം പഴക്കമുള്ള വീടാണ്. വീട്ടിൽ വേണ്ടത്ര നല്ല രീതിയിലുള്ള ഗാർഡനിങ് ഏരിയ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ട് വലിയൊരു കിണറൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ധാരാളം വെള്ളമുണ്ട്, വെള്ളത്തിൻ്റെ യാതൊരു പ്രശ്നവുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള റോഡ് സൗകര്യം, വഴി സൗകര്യം എല്ലതും ഉള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടീൻ്റെ മുൻവശത്ത് നല്ല രീതിയിലുള്ള ഇൻ്റർലോക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ എലിവേഷൻ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഈ വീട് വന്നിട്ട് മൊത്തം വന്നിട്ട് 4 ബെഡ്റൂം വീടാണ്. അതിൽ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ നമ്മുടെ ഫ്ലോർ വന്നിട്ട് എല്ലാം വന്നിട്ട് ഫുൾ ആൻഡ് ഫുൾ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ജനൽ, വാതിൽ എല്ലാം വന്നിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് കൊല്ലങ്കോടിൽ പ്രോപ്പർട്ടി എടുക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രോപ്പർട്ടി നല്ലൊരു ഓപ്ഷനാണ്. കയറി ചെന്ന വഴിക്ക് നല്ല രീതിക്കുള്ള ഒരു ഹാളുണ്ട്. അതേസമയത്ത് വീട്ടിൽ ബെഡ്റൂം ആയിക്കോട്ടെ, ഹാളിലായിക്കോട്ടെ എല്ലാ ഭാഗത്തും നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് നമുക്ക് വന്നിട്ട് ഉള്ളത്. അപ്പോൾ അതിൽ ഓരോ ബെഡ്റൂമും വന്നിട്ട് അറ്റാച്ച് ബാത്റൂം ഉണ്ട്. 4 ബെഡ്റൂമിലും 4 അറ്റാച്ച് ബാത്റൂം ഉള്ളതാണ്. അതിൽ എല്ലാ ബെഡ്റൂമും സെപ്പറേറ്റ് ആയിട്ട് വാർഡ്രോബ്സ് ധാരാളം ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് ബാത്റൂം ഉണ്ട്. പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്ക് അറിയില്ല. ഈ വാർഡ്രോബ്സിൻ്റെ ഡോറിനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലൊരു ഡോറും കൂടി ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് വന്നിട്ട് അവിടെ വാഷ്റൂംസ് ഒക്കെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. എല്ലാ ബെഡ്റൂമിലും ഇങ്ങനെയാണ് ടൈപ്പ്. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്റൂം നമുക്ക് കാണില്ല. ആ ഡോറിനെ തുറന്ന് ഉള്ളിൽ കയറിയാൽ മാത്രമേ നമുക്ക് വന്നിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വലിയൊരു ഫാമിലിക്കും താമസിക്കാൻ പറ്റിയ രീതിക്കുള്ള നല്ലൊരു വീടാണ് ഈ വീട്. ഈസ്റ്റ് ഫേസ് ആണ്. നമ്മളുടെ നിയർ ബൈ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്നേഹം ട്രസ്റ്റിൻ്റെ ഹോസ്പിറ്റലൊക്കെ വന്നിട്ട് വെറും 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഗവൺമെൻറ് ഹോസ്പിറ്റൽ വന്നിട്ട് വെറും 2 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്. തൊട്ടടുത്ത സ്കൂളുകളും പള്ളികളും എല്ലാം ഉള്ള പ്രോപ്പർട്ടിയാണ്. നമ്മുടെ കൊല്ലങ്കോട് ജംഗ്ഷൻ എന്ന് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് വന്നിട്ട് 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. അതേപോലെ പാലക്കാട്ടിൽ നിന്ന് ഈ കൊല്ലങ്കോട് വരെ ഏകദേശം നമ്മുടെ ഈ പ്രോപ്പർട്ടി നിൽക്കുന്നവരെ ഉള്ള ഡിസ്റ്റൻസ് അറൗണ്ട് ഒരു 30 കിലോമീറ്റർ ഉണ്ടാവും. അതേപോലെ ഈ സ്ഥലത്തുനിന്ന് പൊള്ളാച്ചിക്ക് വന്നിട്ട് ഒരു 30 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്. നമ്മുടെ ഈ കിച്ചണിലൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും കബോർഡൊക്കെ വെച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഉള്ളത്. ഒരു വീട്ടിലേക്ക് വേണ്ട സകലവിധമായ സെറ്റപ്പും ധാരാളം ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് വന്ന വഴിക്ക് നമുക്കൊന്ന് താമസിക്കാൻ പറ്റിയ രീതിയിലുള്ള വീടാണ് ഈ വീട്. നമ്മുടെ ഈ പ്രോപ്പർട്ടി നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മുടെ ചുള്ളിയാർ ഡാമിലേക്ക് വന്നിട്ട് ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് മീൻകര ഡാമിക്ക് ഒരു 4 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉണ്ടാകുക. അതേപോലെ നമ്മുടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന്
ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഉണ്ടാകുക. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റിലും നല്ലപോലെ മണ്ണൊക്കെ ധാരാളം വിട്ടിട്ടുണ്ട്. അത്യാവശ്യം കുറേ വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറേ മരങ്ങളുണ്ട്. നല്ല രീതിയിലുള്ള പ്ലാവുണ്ട്, തെങ്ങുണ്ട്. അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ ധാരാളം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അത്യാവശ്യം നമ്മൾ പെറ്റ്സ്, കോഴികൾ ഇതൊക്കെ വളർത്തുകയാണെങ്കിലും വളർത്താനും പറ്റും. അതിന് പറ്റിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള സ്ഥല സൗകര്യം ധാരാളമുണ്ട്. പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ യാതൊരു പ്രശ്നവും ഇല്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽ ഒന്നും കൂടി പെട്ടെന്ന് പറയാം. അതായത് മൊത്തം വന്നിട്ട് 23.25 സെൻറ്റ് സ്ഥലത്തിൽ 2400 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള നല്ല വൃത്തിയുള്ള വീടാണ് നമ്മുടെ വീട്. അത്യാവശ്യം എല്ലാ ബെഡ്റൂമും വാട്ടർ ഓപ്ഷൻ കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. നല്ല രീതിയിൽ ഓപ്പൺ വെല്ലും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ഒരു 4-5 വണ്ടിക്ക് നടത്തുന്ന അത്ര സ്ഥല സൗകര്യം കാര്യങ്ങളും എല്ലാം ഉണ്ട്. പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വന്നിട്ട് ഈസ്റ്റ് ഫേസിംഗ് ആണ്. വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. ബസ് റൂട്ടിൽ നിന്ന് ആകപ്പാട് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് മുതലമട പഞ്ചായത്തിൽ പള്ളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ ഈ വീടിൻ്റെ ഏറ്റവും മുകൾ വശം നോക്കുന്ന സമയത്ത് നമുക്ക് കൊല്ലം കൊള്ളുന്ന മലയൊക്കെ നന്നായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് വന്നിട്ട് 1.25 CR ആണ്. ഈ പ്രൈസ് ഒന്ന് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പർ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.